വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഫിലിം ഇഷോണേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഇത് അവാൻഗേർഡ് ഡോക്യുമെൻ്ററി, റൊമാൻറ്റിക് കോമഡീസ്, റോഡ് മൂവീസ്, ഗാങ്സ്റ്റേഴ്സ്, സയൻറ്റിഫിക് ഫിക്ഷൻ, ഫാൻറ്റസി, ഡിറ്റക്റ്റീവ് സിനിമ, ഹൊറർ സിനിമ, സയൻസ് ഫിക്ഷൻ, ആനിമേഷൻസ്, ബയോപിക്, ക്രൈം ത്രില്ലേഴ്സ്, വാർ മൂവീസ്, സ്പോർട്സ് മൂവീസ്, ഫ്യൂച്ചർ ഫിലിംസ്, ആർട്ട് ഫിലിംസ്, പോപ്പുലർ ഫിലിംസ്, മെലോ ഡ്രാമ, ഷോർട്ട് ഫിലിംസ്, ഡിജിറ്റൽ ഫിലിംസ്, ഇതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ എന്താണെന്ന് പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവാൻഗേർഡ് സിനിമ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നുള്ളത് റെഫർ ചെയ്യുന്നുള്ളത് ഫിലിം മേക്കിംഗ്. ഈ ഒരു ഫിലിം മേക്കിംഗ് ട്രഡീഷണൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സും എസ്തറ്റിക് കൺവെൻഷൻസും ഒക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നോവേഷൻ, എക്സ്പെരിമെൻറ്റേഷന്, അതുപോലെ തന്നെ പുഷിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ മീഡിയത്തിനൊക്കെയാണ് പ്രിയോറിറ്റി കൊടുക്കുന്നുള്ളത്. അവാൻഗേർഡ് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല അതിലുണ്ടാവാറ്, പകരം നോൺ നെറേറ്റീവ് ഫോംസാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ അൾട്ടർനേറ്റീവ് വേസ് ഓഫ് ഓർഗനൈസിങ് നെറേറ്റീവാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഈ ഒരു ഫിലിംസ് എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി യൂട്ടിലൈസ് ഇന്നോവേറ്റീവ് ടെക്നിക്സാണ് ഫ്രീക്വൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വിഷ്വൽ, ഓറൽ പോസിബിലിറ്റീസ് ഓഫ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇൻസ്പിറേഷൻ ഫ്രോം അതർ ആർട്ട് ഫോംസ് ലൈക്ക് പെയിൻറ്റിങ്, ഡാൻസ് ആൻഡ് ലിറ്ററേച്ചർ. അവാൻഗേർഡ് ഫിലിം മേക്കേഴ്സ് എന്നുള്ളത് പ്രിയോറിറ്റി കൊടുക്കുന്നുള്ളത് ദർ പേഴ്സണൽ ആർട്ടിസ്റ്റിക് വിഷൻ ആൻഡ് ഓഫ്റ്റൺ എയിം ടു പ്രൊവോക്ക് തോട്ട് ആൻഡ് ഇവോക്ക് ഇമോഷൻസ് ഇൻ ദ വ്യൂവർ. ഇതിൻ്റെ എയിം എന്നുള്ളത് തോട്ട് പ്രൊവോക്ക് ചെയ്യുക, അതുപോലെ തന്നെ വ്യൂവറിൻ്റെ ഇമോഷൻസ് ഇവോക്ക് ചെയ്യുക എന്നുള്ളത്. അവാൻഗേർഡ് സിനിമ എന്നുള്ളത് ക്യാൻ ഫങ്ഷൻ ആസ് എ ക്രിട്ടിക് ഓഫ് ഡോമിനൻ്റ് സിനിമാറ്റിക് കൺവെൻഷൻസ്. ഡോമിനൻ്റ് സിനിമാറ്റിക് കൺവെൻഷൻസിനെയൊക്കെ ക്രിട്ടിക് ചെയ്യുന്നുണ്ട്. അൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ടു ഫിലിം മേക്കാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് അവാൻഗേർഡ് സിനിമ എന്നുള്ളത്. അപ്പോൾ അവാൻഗേർഡ് സിനിമ എന്നുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡോക്യുമെൻ്ററി എന്നുള്ളത് നോൺ ഫിക്ഷൻ ഫിലിമാണ്. ആ ഒരു നോൺ ഫിക്ഷൻ ഫിലിമിൻ്റെ എയിം എന്നുള്ളത് ടു ഡോക്യുമെൻ്റ് ഓർ ക്യാപ്ചർ റിയാലിറ്റി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെൻ്ററീൻ്റെ എയിം എന്നുള്ളത്. പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ റിയൽ പീപ്പിൾ, ഇവൻറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ആൻഡ് എയിമിങ് ടു ഇൻഫോം, എഡ്യൂക്കേറ്റ് ഓർ പേഴ്സ്വേഡ് ദ ഓഡിയൻസിനെ ഇൻഫോം ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, പേഴ്സ്വേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെൻ്ററീൻ്റെ എയിം എന്നുള്ളത്. ഫിക്ഷണൽ ഫിലിംസിൽ ഡോക്യുമെൻ്ററീസ് എയിം എന്നുള്ളത് ടു പ്രസൻറ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആൻഡ് റിയൽ ലൈഫ് ഇവൻറ്റ്സ്. ഫാക്ച്വൽ ഇൻഫർമേഷനും റിയൽ ലൈഫ് ഇവൻറ്റ്സും ഒക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്യുമെൻ്ററീൻ്റെ എയിം എന്നുള്ളത്. ഈ ഒരു ഡോക്യുമെൻ്ററി പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നുള്ളത് റിയാലിറ്റിയാണ്. ദേ ഓഫ്റ്റൺ ഫ്യൂച്ചർ റിയൽ പീപ്പിൾ, ലൊക്കേഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എയിമിങ് ഫോർ എ ട്രൂത്ത് ഫുൾ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ആ ഒരു റിപ്രസെൻറ്റേഷൻ, ട്രൂത്ത്ഫുൾ റിപ്രസെൻറ്റേഷനാണ് ഈ ഒരു ഡോക്യുമെൻ്ററീൻ്റെ എയിം എന്നുള്ളത്. ഡോക്യുമെൻ്ററീസ് ക്യാൻ ടേക്ക് മെനി ഫോംസിൽ ടേക്ക് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് എക്സ്പോസിറ്ററി, ഒബ്സർവേഷണൽ, പാർട്ടിസിപ്പേറ്ററി, റിഫ്ലെക്സീവ്, പോയറ്റിക് ആൻഡ് പെർഫോമേറ്റീവ് മോഡ്സ്. Documentaries serve various purposes including education, raising awareness, sparking discussion and even persuasion. ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്നത് പലപ്പോഴും നെറേറ്റീവ് സ്ട്രക്ചേഴ്സാണ് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് എൻഗേജ് ദ ഓഡിയൻസ്. ഫിലിം മേക്കേഴ്സ് വാരിയസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻ്റർവ്യൂസ്, ആർക്കൈവൽ ഫുട്ടേജ്, വോയിസ് ഓവർ നറേഷൻ ആൻഡ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ടു കൺവേ ദർ മെസ്സേജ്, അവരുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഡോക്യുമെൻ്ററീസിൻ്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈപ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുള്ളത്, എക്സ്പോസിറ്ററി എന്നുള്ളത് ഈ ഒരു ഡോക്യുമെൻ്ററി പ്രസൻറ്റ് ചെയ്യുന്നത് എ ക്ലിയർ ആർഗ്യുമെൻ്റ് ഓർ തീസിസ്. ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് വോയിസ് ഓവർ നറേഷൻ ആൻഡ് അതർ ഇൻഫോർമേറ്റീവ് എലമെൻറ്റ്സ് ടു എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ്. ഒബ്സർവേഷണൽ ഡോക്യുമെൻ്ററി എന്നുള്ളത് ഈ ഒരു സ്റ്റൈൽ എയിം ചെയ്യുന്നുള്ളത് ടു ക്യാപ്ചർ ഇവൻറ്റ്സ് ആസ് ദ അൺഫോൾഡ് വിത്ത് മിനിമൽ ഇൻ്റർവെൻഷൻ ഫ്രം ദ ഫിലിം മേക്കേഴ്സിൽ നിന്ന് മിനിമൽ ഇൻ്റർവെൻഷനാണ് ഈ ഒരു ഒബ്സർവേഷണൽ ഡോക്യുമെൻ്ററി എന്നുള്ളത്. പാർട്ടിസിപ്പേറ്ററി എന്നുള്ളത് ഇതിൽ ഫിലിം മേക്കർ ആക്റ്റീവ്ലി എൻഗേജസ് വിത്ത് ദ സബ്ജക്റ്റ് ഓഫ് ദ ഡോക്യുമെൻ്ററി. നറേറ്റീവും അതുപോലെ തന്നെ ഇവൻറ്റ്സ് ബീയിങ് ഫിൽമഡ് ആണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. റിഫ്ലെക്സീവ് ഡോക്യുമെൻ്ററി എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഫിൽം മേക്കിംഗ് പ്രോസസ് ഇറ്റ് സെൽഫ്, അനോളജിങ് ദ ഫിൽം മേക്കേഴ്സ് റോൾ ആൻഡ് പെർസ്പെക്റ്റീവ്,
പോയറ്റിക് ഡോക്യുമെൻ്ററി എന്നുള്ളത് റിലേ ചെയ്യുന്നുള്ളത് ഓൺ ഇമാജറി, സൗണ്ട് ആൻഡ് റിതം ടു ക്രിയേറ്റ് എ പവർഫുൾ ഇമോഷണൽ എക്സ്പീരിയൻസ്. പവർഫുൾ ഇമോഷണൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാജറി, സൗണ്ട്, റിതം ഒക്കെ റിലേ ചെയ്യാണ് ഈ ഒരു പോയറ്റിക് ഡോക്യുമെൻ്ററി ചെയ്യുന്നുള്ളത്. പെർഫോമേറ്റീവ് ഡോക്യുമെൻ്ററി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ റോൾ ഓഫ് ദ ഫിൽം മേക്കർ ആൻഡ് ദ സബ്ജക്ട്സ് ആസ് പെർഫോമേഴ്സ് യൂസിങ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് തിയേറ്ററിക്കൽ എലമെൻറ്റ്സ്. ഇനി ഡോക്യുമെൻ്ററി ഫിലിം സ്റ്റഡീസിൽ തിയേറ്ററിക്കൽ ഫ്രെയിം വർക്ക്സ് എന്നുള്ളത് ഫിലിം സ്കോളേഴ്സ് പലപ്പോഴും ഡോക്യുമെൻ്ററീസ് വാരിയസ് തിയേറ്ററിക്കൽ ലെൻസസിലൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഈ ഒരു വാരിയസ് തിയേറ്ററിക്കൽ ലെൻസസ് മീൻസ് ഇൻക്ലൂഡിങ് റിയലിസം, ഐഡിയോളജി, റിപ്രസെൻറ്റേഷൻ ആൻഡ് പവർ ഡൈനാമിക്സ്. ഹിസ്റ്ററി ഓഫ് ഡോക്യുമെൻ്ററി ഫിൽം മേക്കിംഗ് എന്നുള്ളത് റിച്ച് ആൻഡ് ഡിവേഴ്സ് ആണ്, വിത്ത് മൂവ്മെൻറ്റ്സ് ലൈക്ക് ദ ബ്രിട്ടീഷ് ഡോക്യുമെൻ്ററി മൂവ്മെൻറ്റ് ആൻഡ് ദ റൈസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡോക്യുമെൻ്ററി ഫിൽം മേക്കേഴ്സ് ഷേപ്പിംഗ് ദ ജോണർ. Documentaries raise important ethical questions about subjectivity, manipulation, and the power of the filmmaker to shape the narrative. ഡോക്യുമെൻ്ററീസ് എന്ത് ചെയ്യുന്നുണ്ട്? എത്തിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുന്നുണ്ട്. ഏതിനെ പറ്റിയിട്ട്? ഒബ്ജക്റ്റിവിറ്റി, മാനിപ്പുലേഷൻ ആൻഡ് ദ പവർ ഓഫ് ദ ഫിൽം മേക്കർ ടു ഷേപ്പ് ദ നറേറ്റീവ്. ഡോക്യുമെൻ്ററീസ് എന്നുള്ളത് പബ്ലിക് ഒപ്പീനിയൻ, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പോളിസി ഡിസിഷൻസ്, ഈ ഒരു കാര്യങ്ങളിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റാണ് ഡോക്യുമെൻ്ററീസ് നൽകിയിട്ടുള്ളത്. റോഡ് മൂവി എന്നുള്ളത് സബ് ജാനർ ക്യാരക്ടറൈസ്ഡ് ബൈ നറേറ്റീവ്സ് ഡ്രൈവൺ ബൈ മൂവ്മെൻറ്റ് ടൈപ്പിക്കലി ബൈ കാർ ഓർ അതർ വെഹിക്കിൾസ്. ഈ ഒരു റോഡ് മൂവി എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലോറിങ് തീംസ് ഓഫ് റിബല്യൻ, എസ്കേപ്പ്, ഡിസ്കവറി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. Movement as narrative driver. The journey itself rather than a specific destination is central to the plot and character development. ഒരു ജേണി ഇറ്റ്സെൽഫ് അതാണ് ഈ ഒരു സ്പെസിഫിക് ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ ഈ ഒരു സെൻട്രൽ ടു ദ പ്ലോട്ട് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. റോഡ് മൂവീസ് എന്നുള്ളത് പലപ്പോഴും ഡെൽവ് ഇൻ ടു ക്വസ്റ്റ്യൻസ് ഓഫ് ഐഡൻറ്റിറ്റി, പർപ്പസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, റിഫ്ലക്റ്റിംഗ് ഓൺ ദ മീനിങ് ഓഫ് ലൈഫ് ആൻഡ് ഫ്രീഡം. ക്യാരക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? എംബാർക്ക് ഓൺ ജേണീസ് ടു എസ്കേപ്പ് സൊസൈറ്റിയൽ കൺസ്ട്രെയിൻസ്. സൊസൈറ്റിയൽ കൺസ്ട്രെയിൻസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി ശ്രമിക്കുന്നുള്ളത്. അതുപോലെ തന്നെ പേഴ്സണൽ പ്രോബ്ലംസ് ഓർ എ സെൻസ് ഓഫ് സ്റ്റാഗ്നേഷനിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി ശ്രമിക്കുന്നുള്ളത്. ദ റോഡ് ബിക്കംസ് എ കാറ്റലിസ്റ്റ് ഫോർ സെൽഫ് ഡിസ്കവറി, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സംടൈംസ് ആസ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ്. ഈ ഒരു റോഡ് എന്നുള്ളത് ക്യാരക്ടേഴ്സിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറി, പേഴ്സണൽ ഗ്രോത്ത് ഒക്കെയാണ് ഈ ഒരു റോഡ് എന്നുള്ളത്. ഗാങ്സ്റ്റേഴ്സ് ഫിലിംസ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ഗാങ്സ് ആണ്. പലപ്പോഴും ഡെൽവിങ് ഇൻ ടു തീംസ് ഓഫ് പവർ, മൊറാലിറ്റി ആൻഡ് ദ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഓഫ് ക്രിമിനൽസ്. They are studied within film studies for their historical, ideological and socio-cultural context. ഈ ഒരു ഗാങ്സ്റ്റേഴ്സ് ഫിലിംസ് എന്ന് പറയുന്നത് സബ് ജോണർ ഓഫ് ക്രൈം ഫിലിംസ് ദാറ്റ് ഫോക്കസ് ഓൺ ഗാങ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ക്രൈമിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. എൻകംപാസിങ് ബോത്ത് ലാർജ് ക്രിമിനൽ ഓർഗനൈസേഷൻ ആൻഡ് സ്മോളർ ഗ്രൂപ്പ്സ് ഫോംഡ് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഈ ഒരു ഗാങ്സ്റ്റർ എൻകംപാസ് ചെയ്യുന്നുള്ളത് ലാർജ് ക്രിമിനൽ ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ സ്മോളർ ഗ്രൂപ്പ്സിലാണ്. പവർ ആൻഡ് അംബിഷൻ. ദ പേഴ്സ്യൂട്ട് ഓഫ് പവർ ആൻഡ് വെൽത്ത് വിത്തിൻ ക്രിമിനൽ ഹൈറാർക്കീസ്. പവർ ആൻഡ് അംബിഷൻ എന്നുള്ളത് ഒരു തീമാണ്. അതുപോലെ തന്നെ മറ്റൊരു തീമാണ് മൊറാലിറ്റി ആൻഡ് കറപ്ഷൻ. ദ ക്ലാഷ് ബിറ്റ്വീൻ പേഴ്സണൽ മൊറാലിറ്റി ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് എ ക്രിമിനൽ ലൈഫ് സ്റ്റൈല്. ദ സ്ട്രഗിൾസ് ബിറ്റ്വീൻ ഡിസയർ ആൻഡ് ഡ്യൂട്ടി, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ദ കോമൺ ഗുഡ് ആൻഡ് സേവേജറി ആൻഡ് മൊറാലിറ്റി. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് തീമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഗാങ്സ്റ്റേഴ്സ് ഫിലിമിൽ. ഗാങ്സ്റ്റർ ഫിലിം എന്നുള്ളത് ക്യാൻ ഓഫർ ഇൻസൈറ്റ്സ് ഇൻ ടു സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ആൻഡ് ദ സൊസൈറ്റൽ ആൻസിറ്റീസ് ദേ റിഫ്ലക്റ്റ്. ദേ ക്യാൻ ബി അനലൈസ്ഡ് ഫോർ ദർ പോർട്രയൽ ഓഫ് പവർ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ ക്ലാസ്സസ് ആൻഡ് മോറൽ കോഡ്സ്. ഇതൊക്കെയാണ് ഈ ഒരു ഗാങ്സ്റ്റർ ഫിലിംസിൽ അനലൈസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു ചിത്രീകരണമൊക്കെയാണ്. ഗാങ്സ്റ്റർ ഫിലിം എന്നുള്ളത് പലപ്പോഴും റിഫ്ലക്റ്റ് ആൻഡ് ഷെയ്പ്പ് കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ക്രൈം, അതോറിറ്റി ആൻഡ് മസ്കുലിനിറ്റി. സം ഗാങ്സ്റ്റർ ഫിലിംസ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് സിനിമാറ്റിക് മാസ്റ്റർ പീസായിട്ടാണ്. പുഷിംഗ് ദ ബൗണ്ടറീസ് ഓഫ് ദ ജോണർ ആൻഡ് അച്ചീവിങ് ക്രിട്ടിക്കൽ അക്ലെയിം.
ക്രിട്ടിക്കൽ അക്ലെയിം അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗാങ്സ്റ്റർ ഫിലിം സംടൈംസ്. ഇനി ഗാങ്സ്റ്റർ ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലോർ ദ ഇൻറ്റേർണൽ സ്ട്രഗിൾസ് ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ്, ഹൈലൈറ്റിംഗ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദർ ക്രിമിനൽ ആക്ഷൻസ് ആൻഡ് ദർ പേഴ്സണൽ വാല്യൂസ്. ക്രിമിനൽ ആക്ഷൻസിനും പേഴ്സണൽ വാല്യൂസിനും ഇടയിലുള്ള ടെൻഷനാണ് ഈ ഒരു ഗാങ്സ്റ്റർ ഫിലിമിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. സം സ്കോളേഴ്സ് സ്റ്റഡി ഗാങ്സ്റ്റർ ഫിലിംസ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിലിം സൈക്കിൾസ്, എക്സാമിനിങ് ഹൗ ദ ജോണർ ഇവോൾവ്സ് ആൻഡ് അഡാപ്റ്റ്സ് ഓവർ ടൈം. സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി എന്നുള്ളത് റെഫർ ചെയ്യുന്നുള്ളത് എ ഷോണർ ദാറ്റ് ബ്ലെൻഡ്സ് എലമെൻറ്റ്സ് ഓഫ് സയൻസ് ഫിക്ഷൻ എലമെൻറ്റ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഷോണറാണ് സയൻറ്റിഫിക് ഫാൻറ്റസി എന്നുള്ളത്. വിത്ത് ഫാൻറ്റസി എലമെൻറ്റ്സ് ഓഫ് സയൻസ് ഫിക്ഷൻ വിത്ത് ഫാൻറ്റസി, exploring technology, space and the future, featuring magic, mythical creatures and other worldly settings. Blending of genres. Science fiction fantasy films എന്നുള്ളത് പലപ്പോഴും take place in worlds that are both technologically advanced and magical, or future characters who are both scientists and wielders of magic. ഈ ഒരു ഫിലിംസ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്നുള്ളത് തീംസ് ഓഫ് ടെക്നോളജി, സൊസൈറ്റി, മൊറാലിറ്റി ആൻഡ് ദ നാച്ചർ ഓഫ് റിയാലിറ്റി പലപ്പോഴും ത്രൂ എ ഫാൻറ്റാസ്റ്റിക്കൽ ലെൻസിലൂടെയാണ് ഈ ഒരു തീംസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ഫ്യൂച്ചർ റിച്ച്ലി ഡീറ്റെയിൽഡ് ആൻഡ് ഇമാജിനേറ്റീവ് വേൾഡ്സ് വിത്ത് യുണീക്ക് കൾച്ചേഴ്സ്, ലാൻഡ്സ്കേപ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്. ഡിറ്റക്റ്റീവ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഫോക്കസിങ് ഓൺ എ ഡിറ്റക്റ്റീവ്സ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ ക്രൈം, പലപ്പോഴും ക്രോസിംഗ് ഇൻ ടു അതർ ഷോണേഴ്സ് ലൈക്ക് ഫിലിം നോയർ ഓർ ക്രൈം ഫിലിംസ് ആൻഡ് അനലൈസിങ് തീംസ് ഓഫ് ജസ്റ്റിസ്, മൊറാലിറ്റി ആൻഡ് സൊസൈറ്റൽ കറപ്ഷൻ. ഡിറ്റക്റ്റീവ് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ഡിഫൈൻഡ് ബൈ ദർ ഫോക്കസ് ഓൺ എ ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ബട്ട് ക്യാൻ ഓൾസോ ഇൻകോപ്പറേറ്റ് എലമെൻറ്റ്സ് ഓഫ് അതർ ഷോണേഴ്സ് ലൈക്ക് ഫിലിം നോയർ, ക്രൈം ത്രില്ലർ ആൻഡ് ഈവൻ സയൻസ് ഫിക്ഷൻ ഓർ മ്യൂസിക്കൽസ്. ഡിറ്റക്റ്റീവ് സിനിമ ഫ്രീക്വൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്നുള്ളത് തീംസ് ഓഫ് ജസ്റ്റിസ്, മൊറാലിറ്റി, സൊസൈറ്റിയൽ കറപ്ഷൻ ആൻഡ് ദ നാച്ചർ ഓഫ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഡിറ്റക്റ്റീവ് ക്യാരക്ടർ എന്നുള്ളത് വെദർ എ പ്രൊഫഷണൽ, അമാച്ചർ ഓർ റിട്ടയർഡ് ഇൻവെസ്റ്റിഗേറ്റർ ഈസ് എ സെൻട്രൽ ഫിഗർ. ഈ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ആയിരിക്കും സെൻട്രൽ ഫിഗർ എന്നുള്ളത്. പലപ്പോഴും ചിത്രീകരിക്കുന്നുള്ളത് ആസ് എ കോംപ്ലക്സ് ആൻഡ് മോർലി ആംബിഗസ് ഫിഗർ ആയിട്ടാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെ ചിത്രീകരിക്കുന്നുള്ളത്. ഡിറ്റക്റ്റീവ് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ഫോളോ ചെയ്യുന്നുള്ളത് എ സ്പെസിഫിക് നറേറ്റീവ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നുള്ളത്. ബിഗിനിങ് വിത്ത് എ ക്രൈം കൊണ്ടാണ് തുടങ്ങുന്നുള്ളത്, ഫോളോഡ് ബൈ ദ ഡിറ്റക്റ്റീവ്സ് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഫോളോ ചെയ്യും ആൻഡ് കൾമിനേറ്റിംഗ് ഇൻ ദ റെസൊല്യൂഷൻ ഓഫ് ദ മിസ്റ്ററിയുടെ ആ ഒരു റെസൊല്യൂഷനെ കൾമിനേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിലിംസിലൂടെ. ഹൊറർ സിനിമ എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ആസ് എ ഷോണർ ദാറ്റ് എയിംസ് ടു ഇവോക്ക് ഫിയർ ഇവോക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് ഇൻറ്റൻസ് ഇമോഷൻസൊക്കെയാണ് ഇവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹൊറർ സിനിമയുടെ എയിം എന്നുള്ളത്. പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് തീംസ് ഓഫ് ദ അൻകാനി, ദ മാക്കാബ്ർ ആൻഡ് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് സൊസൈറ്റൽ നോംസ്. ഇറ്റ് ഈസ് എ റിച്ച് ഏരിയ ഓഫ് സ്റ്റഡി examining its historical development, cultural impact and the psychological and social messages it conveys. ഫിലിം സ്റ്റഡീസ് അനലൈസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഹൊറർ ആസ് എ ഷോണർ ഹാസ് ഇവോൾവ്ഡ് ഓവർ ടൈം, എൻകംപാസിങ് സബ് ഷോണേഴ്സ് ലൈക്ക് സ്ലാഷർ, സൂപ്പർ നാച്ചുറൽ, സൈക്കോളജിക്കൽ ആൻഡ് ബോഡി ഹൊറർ. ഹൊറർ ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് യൂണിവേഴ്സൽ ഹ്യൂമൻ ഫിയേഴ്സ്, ആൻസൈറ്റീസ് ആൻഡ് സൊസൈറ്റൽ ടാബൂസ്, മേക്കിംഗ് ദം എ പവർഫുൾ ടൂൾ ഫോർ സോഷ്യൽ കമാൻഡറിക്ക് വേണ്ടിയിട്ടൊരു പവർഫുൾ ടൂളാക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഫിലിം സ്കോളേഴ്സ് എക്സാമിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഹൊറർ ഫിലിംസ് ഓഡിയൻസിൻ്റെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളത് എന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസിങ് ടെക്നിക്സ് ലൈക്ക് സസ്പെൻസ്, ജംപ് സ്കെയർസ് ആൻഡ് ഡിസ്റ്റർബിങ് ഇമാജറി ടു ക്രിയേറ്റ് എ വിസ്കറൽ എക്സ്പീരിയൻസ്. ഹൊറർ സിനിമ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഷേപ്സ് കൾച്ചറൽ ആൻസൈറ്റീസ് ആൻഡ് സൊസൈറ്റൽ വാല്യൂസ്. വിത്ത് ഫിലിംസ് പലപ്പോഴും സെർവിങ് ആസ് എ മിറർ ടു ദ ഫിയേഴ്സ് ആൻഡ് കൺസേൺസ് ഓഫ് എ പെർട്ടിക്കുലർ ഏരിയ. ദ മോൺസ്റ്റേഴ്സ്, എ റിക്കറിംഗ് ട്രോപ്പ് ഇൻ ഹൊറർ, ഈസ് ഓഫ്റ്റൻ എ സിമ്പിൾ ഓഫ് ദ അതർ ഓർ എ മാനിഫെസ്റ്റേഷൻ ഓഫ് സൊസൈറ്റൽ ആൻസൈറ്റീസ് ആൻഡ് റിപ്രസ്ഡ് ഡിസയർസ്. ഫിലിം സ്റ്റഡീസ് അനലൈസ് ചെയ്യുന്നുണ്ട് ദ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഹൊറർ ഫിലിംസ്. ഹൊറർ ഫിലിംസിൽ യൂസ് ചെയ്യുന്നുള്ള ഓഡിറ്ററി അതുപോലെ തന്നെ വിഷ്വൽ ടെക്നിക്സിനെ
ഫിലിം സ്റ്റഡീസ് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സച്ച് ആസ് സിനിമാറ്റോഗ്രഫി, സൗണ്ട് ഡിസൈൻ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഡ്രെഡ് ആൻഡ് ടെറർ. റൊമാൻറ്റിക് കോമഡി എന്നുള്ളത് ഓൾസോ നോൺ എസ് റോം കോം is a subgenre of comedy and romance fiction. Focus ചെയ്യുന്നുള്ളത് ലൈറ്റ് ഹേർട്ടഡ് ഹ്യൂമറസ് പ്ലോട്ട് ലൈൻസ് സെൻറ്റർഡ് ഓൺ റൊമാൻറ്റിക് ഐഡിയാസ് സച്ച് എസ് ഹൗ ട്രൂ ലവ് ഈസ് ഏബിൾ ടു സർമൗണ്ട് ഓൾ ഒബ്സ്റ്റാക്കിൾസ്. ഈ ഒരു റൊമാൻറ്റിക് കോമഡീൻ്റെ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് ചാമിങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഹ്യൂമറസ് കോൺഫ്ലിക്റ്റ് ആയിരിക്കും, ഹാപ്പി എൻഡിങ്സ് ആയിരിക്കും. ഈ ഒരു ഫിലിംസ് എന്നുള്ളത് ടൈപ്പിക്കലി ഫ്യൂച്ചർ ക്ലാസിക് ട്രോപ്സ് ലൈക്ക് മീറ്റ് ക്യൂട്ട് മൊമെൻറ്റ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു ലവേഴ്സ് സ്റ്റോറി ലൈൻസ്. റൊമാൻറ്റിക് കോമഡീസ് ഇവോൾവ്ഡ് ആയിട്ടുള്ളത് ഫ്രം ഏർലി തിയേറ്റർ ടു മോഡേൺ ഡേ വർക്ക്സ് റിഫ്ലക്റ്റിംഗ് കണ്ടംപററി ഇഷ്യൂസ് ആൻഡ് ഡിവേഴ്സ് റിലേഷൻഷിപ്പാണ് ഈ ഒരു റൊമാൻറ്റിക് കോമഡീസിൽ ഇവോൾവ്ഡ് ആയിട്ടുള്ളത്. ഈ ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിം എന്നുള്ളത് ഈസ് ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് എ ലൈറ്റ് കോമിക് മൂവി ഓർ അതർ വർക്ക് വൂസ് പ്ലോട്ട് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ടു ട്രേസ് ദം ബാക്ക് ടു ദർ ഇൻസെപ്ഷൻ, റോം-കോംസ് take root in theatrical literature. Many cite William Shakespeare as an early introducer of the original rom-coms for stage. Rom-com എന്നുള്ളത് ഏർലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ ആണ്. സയൻസ് ഫിക്ഷൻ എന്നുള്ളത് ഈസ് എ ഷോണർ ദാറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സ്പെക്കുലേറ്റീവ് സയൻസ് ബേസ്ഡ് തീംസ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി, സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, പലപ്പോഴും പ്രോംപ്റ്റിംഗ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് സോഷ്യൽ കമാൻഡറി. കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് തീംസ് എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് കൺസെപ്റ്റ്. സയൻസ് ഫിക്ഷൻ ഫിലിംസ് എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി ഡെൽവ് ഇൻ ടു ഇമാജിൻഡ് ഫ്യൂച്ചേഴ്സ്. എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് പൊട്ടൻഷ്യൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി, സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ്. മെനി സയൻറ്റിഫിക് ഫിക്ഷൻ നറേറ്റീവ്സ് ഇൻവോൾവ് ചെയ്യുന്നുള്ളത് ജേണീസ് ടു ഡിസ്റ്റൻറ്റ് പ്ലാനറ്റ്സ്, എൻകൗണ്ടേഴ്സ് വിത്ത് ഏലിയൻ സിവിലൈസേഷൻ ആൻഡ് ദ ചലഞ്ചസ് ഓഫ് ഇൻ്റർസ്റ്റെല്ലർ ട്രാവൽ. The genre often examines the potential impacts of scientific discoveries from advanced robotics of genetic engineering on human society and existence. Science fiction frequently raises profound questions about humanity's place in the universe, the nature of consciousness and the meaning of life. ഈ ഒരു ചോദ്യങ്ങളൊക്കെയാണ് സയൻസ് ഫിക്ഷൻ ഫ്രീക്വൻ്റ്ലി റൈസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. സോഷ്യൽ കമാൻഡറി. സയൻസ് ഫിക്ഷൻ സെർവ് ആസ് എ വെഹിക്കിൾ ഫോർ എക്സ്പ്ലോറിങ് സോഷ്യൽ ഇഷ്യൂസ്. സോഷ്യൽ ഇഷ്യൂസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ടാണ് സയൻസ് ഫിക്ഷൻ സെർവ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, എത്തിക്കൽ ഡിലെമാസ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള ഒരു വെഹിക്കിളായിട്ടാണ് സയൻസ് ഫിക്ഷൻ സെർവ് ചെയ്യുന്നുള്ളത്. The genre often utilize advanced special effect and creative world building to create immersive and visually stunning cinematic experiences. Examples. Popular examples include Blade Runner, Interstellar, Star Wars, Arrival, A Space Odyssey. Exploring human potential and fears. Science fiction allows us to examining our aspirations, ആൻസൈറ്റീസ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ പാത്ത് ആസ് എ സ്പീഷ്യസ്. ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്നുള്ളത് ഹ്യൂമൻ പൊട്ടൻഷ്യലും ഫിയറൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്നുള്ളത്. ഈ ഒരു ജോണർ എന്നുള്ളത് പലപ്പോഴും മിറേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് അവർ കറൻറ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വാല്യൂസ്, പ്രോംപ്റ്റിംഗ് ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ. സയൻസ് ഫിക്ഷൻ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. സയൻസ് ഫിക്ഷൻ എന്നുള്ളത് എൻകറേജ് ചെയ്യുന്നുള്ളത് ആസ് ടു തിങ്ക് ബിയോണ്ട് ദ കോൺഫൈൻസ് ഓഫ് ദ പ്രസൻറ്റ് ആൻഡ് എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസ്. ആനിമേഷൻ encompasses the techniques of creative മൂവിങ് ഇമേജസ് ഫ്രം സ്റ്റിൽ ഇമേജസ്. സ്റ്റിൽ ഇമേജസിൽ നിന്നും മൂവിങ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആനിമേഷൻ എന്നുള്ളത്. റേഞ്ചിങ് ഫ്രം ട്രഡീഷണൽ ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ ടു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി ആൻഡ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഏരിയ ഓഫ് സ്റ്റഡി എക്സ്പ്ലോറിംഗ് ഇറ്റ്സ് ആർട്ടിസ്റ്റിക്, നറേറ്റീവ് ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റ്. ആനിമേഷൻ എന്നുള്ളത് ഇസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ദ ഇല്യൂഷൻ ഓഫ് മൂവ്മെൻറ്റ് ബൈ ഫോട്ടോഗ്രാഫിങ് എ സീക്വൻസ് ഓഫ് drawings, models or objects where each image is slightly different from the previous one.
ആനിമേഷൻ എന്നുള്ളത് ഒരു റിച്ച് ഹിസ്റ്ററിയാണ്. ഇവോൾവ് ചെയ്യുന്നുള്ളത് ഫ്രം ഏർലി ഹാൻഡ് ഡ്രോൺ കാർട്ടൂൺസ് ടു ദ സോഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമാജറി യൂസ്ഡ് ഇൻ മോഡേൺ ഫിലിംസ്. Film studies examining various animation techniques including traditional animation. Traditional animation എന്നുള്ളത് drawing or painting images on transparent sheets and photographing them frame by frame. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇമേജസ് പെയിൻറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഡ്രോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെയിൻറ്റിങ്ങിനെ ഇല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിനെ ഫ്രെയിം ചെയ്ത് വെക്കും. സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ മാനിപ്പുലേറ്റ് എന്നുള്ളത് ഫിസിക്കൽ ഒബ്ജക്ട്സ് ലൈക്ക് ക്ലേ ഫിഗേഴ്സ് ഓർ പപ്പറ്റ്സ് ഫ്രെയിം ബൈ ഫ്രെയിം ആൻഡ് ഫോട്ടോഗ്രാഫിങ് ദം. കമ്പ്യൂട്ടർ ആനിമേഷൻ എന്നുള്ളത് ക്രിയേറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഇമേജസ് യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു പ്രൊഡ്യൂസ് റിയലിസ്റ്റിക് ഓർ സ്റ്റൈലിസ്ഡ് ആനിമേറ്റഡ് ഇഫക്ട്സ്. പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കമ്പ്യൂട്ടർ ആനിമേഷൻ എന്നുള്ളത്. ആനിമേഷൻ അലോ ചെയ്യുന്നുള്ളത് ഫോർ യൂണീക്ക് ആർട്ടിസ്റ്റിക് സ്റ്റൈൽസ് ആൻഡ് നറേറ്റീവ് പോസിബിലിറ്റീസ്. enabling filmmakers to explore themes, emotions and ideas in ways that are often impossible with live action filmmaking. Film studies also analyze the impact of technological advancements on animation. ആനിമേഷനിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആൻഡ് ടെക്നിക്സ്. ആനിമേഷൻ എന്നുള്ളത് ഹാഡ് എ പ്രിഫോണ്ട് impact on film, both as a stand-alone genre and as a tool for creating visual effects in live action films. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ടോയ് സ്റ്റോറി എന്നുള്ള ഫിലിമൊക്കെ ഈ ഒരു ആനിമേഷനുള്ള എക്സാമ്പിളാണ്. ഫിലിം സ്റ്റഡീസിൽ ബയോപിക് എന്നുള്ളത് ഷോർട്ട് ഫോർ ബയോഗ്രഫിക്കൽ പിക്ചർ ഈസ് എ ഫിലിം ദാറ്റ് ഡ്രമാറ്റൈസസ് ദ ലൈഫ് ഓഫ് എ റിയൽ പേഴ്സൺ. പലപ്പോഴും ഈ ഒരു ബയോപിക് എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഓർ എ ഫേമസ് ഇൻഡിവിജ്വൽ എയിമിങ് ടു ടെൽ ദർ സ്റ്റോറി. അവരുടെ ആ ഒരു സ്റ്റോറി ഹിസ്റ്റോറിക്കൽ ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഫേമസ് ഇൻഡിവിജ്വലിൻ്റെ സ്റ്റോറി ടെൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബയോപിക്കിൻ്റെ എയിം എന്നുള്ളത്. തോ നോട്ട് ഓൾവേസ് വിത്ത് പെർഫെക്റ്റ് ഹിസ്റ്റോറിക്കൽ ആക്യുറസി. ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ എ റിയൽ പേഴ്സൺ. The core element of a biopic is the depiction of the life of a real non-fictional individual. റിയൽ ആയിട്ടുള്ള നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ഡെപ്പിക്റ്റ് ചെയ്യുക എന്നുള്ളത് ചിത്രീകരിക്കുക എന്നുള്ളതാണ് ബയോപിക്കിൻ്റെ എലമെൻറ്റ് എന്നുള്ളത്. ബയോപിക്സ് എന്നുള്ളത് ടൈപ്പിക്കലി എയിം ടു ടെൽ എ പേഴ്സൺസ് ലൈഫ് സ്റ്റോറി ഓർ അറ്റ്ലീസ്റ്റ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇറ്റ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ എ സിംഗിൾ ഇവൻറ്റ് ഓർ പീരീഡ്. സിംഗിൾ ഇവൻറ്റ് പീരീഡ് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഒരു പേഴ്സണിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു പേഴ്സൻ്റെ സ്റ്റോറി പറയുക എന്നുള്ളതാണ് ഈ ഒരു ബയോപിക്സിൻ്റെ എയിം എന്നുള്ളത്. While aiming for accuracy, biopics often take creative liberties for dramatic purposes, potentially altering events or character portrayals. Biopics can blend with other genres depending on the subject's life and the story being told, such as war films, gangster movies and musicals. ഈ ഒരു ജോണേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബയോപിക്സ് എന്നുള്ളത്. A key point of discussion in film studies related to biopics എന്നുള്ളത് ബാലൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക്കൽ ആക്യുറസി ആൻഡ് ദ നീഡ് ഫോർ ഡ്രാമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഫിലിം സ്റ്റഡീസ് പലപ്പോഴും അനലൈസ് ചെയ്യുന്നുള്ളത് ബയോപിക്സിനെ പറ്റിയിട്ട് ഫോർ ദർ പോർട്രയൽ ഓഫ് ഹിസ്റ്ററി, their use of cinematic techniques and their impact on audiences, understanding of the subject's life and legacy. ബയോപിക് ജോണർ എന്നുള്ളത് ഹാസ് ഇവോൾവ്ഡ് ഓവർ ടൈം വിത്ത് കണ്ടംപററി ബയോപിക്സ് പലപ്പോഴും ടേക്കിംഗ് എ മോർ പോസ്റ്റ് മോഡേൺ അപ്രോച്ച്, ബ്ലറിങ് ഷോണസ് ബൗണ്ടറീസ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ക്രൈം ത്രില്ലേഴ്സ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് എ ഷോണർ ദാറ്റ് ബ്ലെൻഡ്സ് ക്രൈം നറേറ്റീവ്സ് വിത്ത് സസ്പെൻസ് ആൻഡ് സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്. ഫോക്കസ് ചെയ്യുന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻസ്, ക്രിമിനൽ മൈൻഡ്സ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഇല്ലീഗൽ ആക്ട്സ്. സസ്പെൻസ് ആൻഡ് ത്രില്ല്, ക്രൈം ത്രില്ലേഴ്സ് എന്നുള്ളത് പ്രിയോറിറ്റി കൊടുക്കുന്നുള്ളത് ക്രിയേറ്റിംഗ് സസ്പെൻസ് ആൻഡ് എ സെൻസ് ഓഫ് ഡേഞ്ചർ ത്രൂ പ്ലോട്ട് ട്വിസ്റ്റേഴ്സ്, അൺറിലയബിൾ നറേറ്റേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ. They frequently involve investigations into crimes, whether by law enforcement or private individuals, and explore the motives and methods of criminals. Many crime thrillers delve into the psychology of criminals, exploring their motivations, inner demons, and the impact of their actions.
ഈ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ ബ്രോഡർ കോൺസിക്വൻസസ് ഓഫ് ക്രിമിനൽ ആക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് സൊസൈറ്റിയിൽ കറപ്ഷൻ, പേഴ്സണൽ ട്രോമ ആൻഡ് ദ മോറൽ ആംബിഗിറ്റീസ് ഓഫ് ജസ്റ്റിസ്. ഫിലിം സ്റ്റഡീസിൽ വാർ ഫിലിം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ റിയാലിറ്റീസ് ഓഫ് വാർഫെയർ, എൻകംപാസിങ് കോമ്പാറ്റ്, മിലിറ്ററി ലൈഫ് ആൻഡ് ദ ഇമോഷണൽ ടോൾ ഓഫ് വാർ, examining themes of heroism, sacrifice, and the impact on civilians with its evolution influenced by technological advances and cultural perceptions. War films characterize എന്നുള്ളത് by their focus on armed conflict, whether naval, air, or land battles with combat scenes പലപ്പോഴും central to the narrative. Beyond the battles, war films delve into the human experience of war, എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ്. സോൾജേഴ്സിനും സിവിലിയൻസിനുള്ള ഇമോഷണൽ ഇമ്പാക്റ്റും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഒരുപാട് വാർ ഫിലിം എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് തീംസ് ഓഫ് ഹീറോയിസം, സാക്രിഫൈസ് ആൻഡ് ദ ബോൺസ് ഫോഗ്ഡ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. Some also critically examine the nature of war and its consequences. വാർ ഫിലിംസ് എന്നുള്ളത് റൂട്ടഡ് ഇൻ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് റിഫ്ലക്റ്റിംഗ് ദ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് കാൻ ഓൾസോ സെർവ് ആസ് എ ലെൻസ് ത്രോ വിച്ച് ടു എക്സാമിൻ ബ്രോഡർ സൊസൈറ്റൽ ഇഷ്യൂസ്. ഈ ഒരു വാർ ഫിലിം എന്നുള്ളത് ഇവോൾവ്ഡ് ആയിട്ടുള്ളത് അലോങ് സൈഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഫിലിം മേക്കിംഗ് ആൻഡ് ചേഞ്ചസ് ഇൻ കൾച്ചറൽ പെർസെപ്ഷൻ ഓഫ് വാർ വിത്ത് ഡിഫറെൻറ്റ് ഇറാസ് ആൻഡ് ഫിലിം മേക്കേഴ്സ് ഓഫറിംഗ് യൂണീക്ക് പെർസ്പെക്റ്റീവ്സ്. സ്പോട്ട് മൂവീസ് അനലൈസ് ചെയ്യുന്നുള്ളത് ഫോർ ദ നെറേറ്റീവ് സ്ട്രക്ചേഴ്സ്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് ലൈക്ക് പെർസെവറൻസ് ആൻഡ് ടീം വർക്ക് ആൻഡ് ദർ കൾച്ചറൽ ഇമ്പാക്റ്റ്, യൂസിങ് ഫിലിംസ് ലൈക്ക് റാഗിംഗ് ബുൾ, ഹൂപ്പ് ഡ്രീംസ് ആൻഡ് ചാരിയറ്റ്സ് ഓഫ് ഫയർ. മെനി സ്പോട്ട് ഫിലിം മൂവീസ് ഫോളോ ചെയ്യുന്നുള്ളത് ക്ലാസിക് ഹീറോസ് ജേർണി നറേറ്റീവ് സ്ട്രക്ചർ വേർ ദ പ്രൊട്ടഗണിസ്റ്റ് ഫേസ് ചലഞ്ചസ്, ഓവർകംസ് ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് അച്ചീവിങ് ദർ ഗോൾസ്. സ്പോർട്സ് ഡ്രാമ ഫിലിംസ് എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് ബോത്ത് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് അത്ലറ്റ്സ് ഓർ ടീംസ്, അതുപോലെ തന്നെ സക്സസ് ആൻഡ് ഫെയിലർ കോംപ്ലക്സിറ്റീസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. സ്പോർട്സ് മൂവീസ് എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്നുള്ളത് പ്രിസെവറൻസ്, ടീം വർക്ക്, ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി ആൻഡ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. സ്പോർട്സ് മൂവീസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ക്യാരക്ടർ അവരുടെ അത്ലറ്റിക് ജേണിയിലൂടെ ഇവോൾവ് ആകുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്പോർട്സ് മൂവീസിലുള്ളത്. അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവീസിൽ. സ്പോർട്സ് മൂവീസ് എന്നുള്ളത് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് പോപ്പുലർ കൾച്ചർ, അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് സൊസൈറ്റൽ വാല്യൂസും ബിലീവ്സാണ്. സ്പോർട്സ് മൂവീസ് എന്നുള്ളത് ഇൻസ്പയർ ഓഡിയൻസസ് ടു പെർസ്യൂ ദർ ഓൺ ഗോൾസ്, അവരുടെ ഓൺ ഗോൾസ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ ഇൻസ്പയർ ചെയ്യാൻ ചെയ്യുന്നുള്ളത് ഈ ഒരു സ്പോർട്സ് മൂവീസ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ചലഞ്ചസ് ഓവർകം ചെയ്യാനൊക്കെ ഈ ഒരു മൂവീസ് ഇൻസ്പയർ ആണ്. ചില സ്പോർട്സ് മൂവീസ് എന്നുള്ളത് ഓഫർ ചെയ്യുന്നുള്ളത് സോഷ്യൽ കമാൻഡറി, അതുപോലെ തന്നെ അഡ്രസ്സിങ് ഇഷ്യൂസ് ലൈക്ക് റൈസ്, ക്ലാസ് ആൻഡ് ജെൻഡർ. ഫ്യൂച്ചർ ഫിലിം റെഫർ ചെയ്യുന്നുള്ളത് ഫുൾ ലെങ്ത് മൂവിയാണ്, ടൈപ്പിക്കലി ഇൻറ്റൻഡഡ് ഫോർ തിയേറ്ററിക്കൽ റിലീസ് വിത്ത് എ റൺ ടൈം യൂഷ്വലി എക്സീഡിങ് 40 മിനിറ്റ്സ്. 80 മിനിറ്റ് ആയിട്ടും അതുപോലെ തന്നെ 40 മിനിറ്റ്സ് ആയിട്ടൊക്കെ ഈ ഒരു ഫ്യൂച്ചർ ഫിലിം ഉണ്ടാവും. Serving as the main presentation in a cinema program. Art films, also known as art cinema, refer to films that ആ ഒരു ഫിലിംസ് പ്രിയോറിറ്റി കൊടുക്കുന്നുള്ളത് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനും എക്സ്പെരിമെൻ്റൽ ടെക്നിക്സിനും തീമാറ്റിക് ഡെപ്തിനൊക്കെയാണ് പ്രിയോറിറ്റി കൊടുക്കുന്നുള്ളത് ഓവർ കൊമേഴ്ഷ്യൽ അപ്പീൽ. അതുപോലെ തന്നെ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് കോംപ്ലക്സ് നറേറ്റീവ്സും അൺകൺവെൻഷനലായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആർട്ട് ഫിലിംസ് എന്നുള്ളത് പ്രിയോറിറ്റി നൽകുന്നുള്ളത് ഡയറക്ടേഴ്സ് വിഷൻ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന്, പലപ്പോഴും ഫ്യൂച്ചറിങ് അൺകൺവെൻഷണൽ ഫിലിം മേക്കിംഗ് ടെക്നിക്സ് ആൻഡ് എ സ്ട്രോങ് എംബസീസ് ഓൺ വിഷ്വൽ സ്റ്റൈൽ ആൻഡ് അറ്റ്മോസ്ഫിയർ. They often delve into complex themes and explore philosophical or social issues rather than relying on simple plot ഡ്രൈവൻ നറേറ്റീവ്സ്. സിമ്പിൾ അല്ലെങ്കിൽ പ്ലോട്ട് ഡ്രൈവൻ നറേറ്റീവ്സ് റിലേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ഫിലോസഫിക്കൽ സോഷ്യൽ ഇഷ്യൂസൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ള കോംപ്ലക്സ് തീംസ് എന്നുള്ളത്. ആർട്ട് ഫിലിംസ് എന്നുള്ളത് മേ എക്സ്പെരിമെൻറ്റ് വിത്ത് നറേറ്റീവ് സ്ട്രക്ചേഴ്സ്,
cinematography and editing, pushing the boundaries of cinematic language. Many art films are associated with the auteur theory. Auteur theory എന്ന് വെച്ച് ഒരുപാട് ആർട്ട് ഫിലിം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഓട്ടോർ തിയറി എംബസൈസ് ചെയ്യുന്നുള്ളത്, ആർട്ട് ഫിലിംസ് ആൻഡ് ഓട്ടോർ തിയറി എംബസൈസ് ചെയ്യുന്നുള്ളത് ദ ഡയറക്ടർ ആസ് ദ പ്രൈമറി ഓതർ ഓഫ് ദ ഫിലിം. ഡയറക്ടർ എന്നുള്ളതാണ് ഒരു ഫിലിമിൻ്റെ പ്രൈമറി ഓതർ എന്നുള്ളത്, റിഫ്ലക്റ്റിംഗ് ദർ യൂണീക്ക് സ്റ്റൈൽ ആൻഡ് വിഷൻ. അവരുടെ ആ ഒരു യൂണീക്ക് സ്റ്റൈൽ ആൻഡ് വിഷനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ആർട്ട് ഫിലിംസ് എന്നുള്ളത് പലപ്പോഴും ഇൻഡിപെൻഡൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, മീനിങ് ദേ ആർ നോട്ട് ഫണ്ടഡ് ബൈ മേജർ സ്റ്റുഡിയോസ് ആൻഡ് ആർ നോട്ട് ഇൻറ്റൻഡഡ് ഫോർ എ മാസ് ഓഡിയൻസ്. They are typically shown in art house cinemas, film festivals and other venues that cater to a niche audience. മെയിൻ സ്ട്രീം ഫിലിംസ് എന്നുള്ളത് പ്രൈമർലി ഡ്രൈവൺ ബൈ കൊമേഴ്ഷ്യൽ സക്സസ്, വൈൽ ആർട്ട് ഫിലിംസ് എന്നുള്ളത് പ്രിയോറിറ്റി നൽകുന്നുള്ളത് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന്, അതുപോലെ തന്നെ ലാക്ക് ദ മാസ് അപ്പീൽ ഓഫ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫിലിംസ്. മെയിൻ സ്ട്രീം ഫിലിംസ് എന്നുള്ളത് ടൈപ്പിക്കലി ഫോളോ എ ക്ലിയർ ലീനിയർ നെറേറ്റീവ് സ്ട്രക്ചറിനാണ് ഫോളോ ചെയ്യുന്നുള്ളത്. പക്ഷേ ആർട്ട് ഫിലിംസ് എന്നുള്ളത് മേ ഫ്യൂച്ചർ ഫ്രാഗ്മെൻറ്റഡ് നെറേറ്റീവ്സ്, നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് or even lack a traditional plot altogether. മെയിൻ സ്ട്രീം ഫിലിംസ് എന്നുള്ളത് ടാർഗറ്റ് ചെയ്യുന്നത് ബ്രോഡ് ഓഡിയൻസിനെയാണ്, പക്ഷേ ആർട്ട് ഫിലിംസ് അപ്പീൽ ചെയ്യുന്നത് ടു എ മോർ ഡിസേണിങ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസിനെയാണ്. ആർട്ട് ഫിലിംസ് എന്നുള്ളത് ഓഫർ ചെയ്യുന്നത് യുണീക്ക് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ദ ലാംഗ്വേജ് ഓഫ് സിനിമ. അതുപോലെ തന്നെ വേരിയസ് വേസ് ഇൻ വിച്ച് ഫിലിം മേക്കേഴ്സ് ക്യാൻ എക്സ്പ്രസ് സെൽവേഴ്സ് ത്രൂ വിഷ്വൽ ആൻഡ് നറേറ്റീവ് ടെക്നിക്സ്. ആർട്ട് ഫിലിംസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസൈറ്റ്സ് ഇൻ ടു സ്പെസിഫിക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഓഫറിങ് എ വിൻഡോ ഇൻ ടു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് വേൾഡ് വ്യൂസ്. എൻഗേജിങ് വിത്ത് ആർട്ട് ഫിലിംസ് എൻകറേജ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് അബൌട്ട് ഫിലിം ആസ് ആൻ ആർട്ട് ഫോം ആൻഡ് its relationship to society and culture. Art films എന്നുള്ളത് broaden our understanding of what cinema can be, challenging conventional expectations and pushing the boundaries of the medium. Some highly regarded and popular films include Citizen Kane, Vertigo, A Space Odyssey, Taxi Driver, Persona, known for their technical innovation, psychological depth and lasting influence. Popular films എന്നുള്ളത് ഇതൊക്കെയാണ്. മെലോഡ്രാമ എന്നുള്ള റെഫർ ചെയ്യുന്നത് ടു എ ഡ്രാമാറ്റിക് ഷോണർ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സാഗ്രേറ്റഡ് ഇമോഷൻസ്, സെൻസേഷണൽ പ്ലോട്ട്സ്, അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പിക്കൽ ക്യാരക്ടേഴ്സ് വിത്ത് എ ഫോക്കസ് ഓൺ സെൻറ്റിമെൻ്റൽ ഡയലോഗ് ആൻഡ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് എവിൽ, ടൈപ്പിക്കലി എൻഡിങ് വിത്ത് ദ ട്രംപ് ഓഫ് ഗുഡ്. മെലോഡ്രാമ എന്നുള്ളത് പലപ്പോഴും ഫ്യൂച്ചേഴ്സ് ഇൻറ്റൻസ് ആൻഡ് ഓവർ ദ ടോപ്പ് ഇമോഷണൽ ഡിസ്പ്ലേസ് ബോത്ത് ഇൻ ദ ക്യാരക്ടേഴ്സ് ആക്ഷൻസ് ആൻഡ് ഇൻ ദ വേ ദ സ്റ്റോറി ഈസ് ടോൾഡ്. ദ പ്ലോട്ട്സ് ആർ യൂഷ്വലി സിമ്പിൾ ആയിരിക്കും, സെൻസേഷണൽ ആയിരിക്കും, സസ്പെൻസ്ഫുൾ ആയിരിക്കും, പലപ്പോഴും ഡ്രാമാറ്റിക് ട്വിസ്റ്റും ടേൺസൊക്കെ ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ ഒരു ഡ്രാമാറ്റിക് മെലോഡ്രാമ എന്നുള്ളതിൽ. മെലോഡ്രാമാസ് എന്നുള്ളത് ഫ്രീക്വൻ്റ്ലി റിലേ ചെയ്തത് സ്റ്റീരിയോ ടൈപ്പിക്കൽ ക്യാരക്ടേഴ്സിനെയാണ്, സച്ച് ആസ് ദ വിർച്വസ് ഹീറോയിൻ, ദ വില്ലനസ് ആൻറ്റഗണിസ്റ്റ് ആൻഡ് ദ സിമ്പത്തറ്റിക് വിക്ടിം. മെലോഡ്രാമ എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുന്നത് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് എവിൽ, വിത്ത് ദ ഗുഡ് ക്യാരക്ടേഴ്സ് യൂഷ്വലി വിന്നിങ് ഔട്ട് ഇൻ ദ എൻഡ്. ഗുഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എൻഡിൽ വിൻ ചെയ്യുന്നുണ്ടാവല് ഈ ഒരു മെലോഡ്രാമയിൽ. ഷോർട്ട് ഫിലിംസ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് ടൈപ്പിക്കലി അണ്ടർ 40 മിനിറ്റ്സിന് കീഴിലായിരിക്കും ഷോർട്ട് ഫിലിംസ് എന്നുള്ളത്. ആർ വാല്യുബിൾ ഫോർ ദർ കൺസൈസ് സ്റ്റോറി ടെല്ലിംഗ്, എക്സ്പെരിമെൻ്റൽ നാച്ചർ ആൻഡ് ദ എബിലിറ്റി ടു എക്സ്പ്ലോർ തീംസ് ആൻഡ് ഐഡിയാസ് ഇൻ എ ഫോക്കസ്ഡ് മാനർ, serving as a stepping stone for filmmakers and platform for diverse artistic expression. There is no strict rule. The Academy of Motion Picture Arts and Science defines a short film as an original motion picture that has a running time of 40 minutes or less, including all credits. Short films are known for their ability to convey story or idea. ആ ഒരു ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് അറിയപ്പെടുന്നുള്ളത് അതിൻ്റെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഐഡിയ കൺവേ ചെയ്യുന്ന ആ ഒരു എബിലിറ്റീനെയാണ്. അതൊരു ഫോക്കസ്ഡ് മാനറിൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഐഡിയ കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ടു ക്യാപ്റ്റിവേറ്റ് ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലീവ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് ക്യാൻ ബി എ ലൈവ് ആക്ഷൻ, ഡോക്യുമെൻ്ററി ഓർ ആനിമേറ്റഡ്.
ഇവിടെ ഒരു ഷോർട്ട് ഫിലിം എക്സാമ്പിൾ ചെയ്യുന്നുണ്ട്, ഇസി ആൻഡ് ദ ഏഞ്ചൽ എന്നുള്ളത്. ഇതൊരു ഗോത്തിക് ഫെയറി ടെയിലാണ് എബൌട്ട് എ ലിറ്റിൽ ഗേൾ ആൻഡ് ഹെർ ഗാർഡിയൻ ഏഞ്ചൽ ആൻഡ് മോസ്റ്റ് എ ഫിലിം ദാറ്റ് ക്യാൻ ബി സീൻ ആസ് എ മെറ്റഫർ ഓഫ് ഗോഡ് ദ ഫാദർ സാക്രിഫൈസിങ് ഹിസ് സണ്ണ്. ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് ഫോം ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഫ്രീ ഫ്രം ദ എക്കണോമിക് കൺസ്ട്രെയിൻസ്. ദേ അലോ ഫോർ മോർ എക്സ്പെരിമെൻ്റൽ ആൻഡ് ക്രിയേറ്റീവ് ഫിലിം മേക്കിംഗ്. ഈ ഒരു ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് മോർ എക്സ്പെരിമെൻ്റലും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫിലിം മേക്കിംഗ് ആണ്. വിത്ത് മെസ്സേജസ് ദാറ്റ് ആർ മോർ ലിബറേറ്റഡ്. ആ ഒരു മെസ്സേജ് എന്നുള്ളത് മോർ ലിബറേറ്റഡ് ആയിരിക്കും. ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് എ പ്ലാറ്റ്ഫോം ഫോർ എമേർജിങ് ഫിലിം മേക്കേഴ്സ് ടു ഷോക്കേസ് ദർ ടാലൻസ്. ഫിലിം മേക്കേഴ്സിന് അവരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിംസ് എമേർജ് ആയിട്ടുള്ളത്. ആൻഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സ്. ഡിഫറെൻറ്റ് സ്റ്റൈലും ടെക്നിക്സും എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഷോർട്ട് ഫിലിംസ് എന്നുള്ളത്. ഷോർട്ട് ഫിലിംസ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് വൈഡ് റേഞ്ച് ഓഫ് തീംസ് ആൻഡ് ടോപ്പിക്സ് ആണ്, ഇൻക്ലൂഡിങ് ബുള്ളിങ്, പിയർ പ്രഷർ, മെൻ്റൽ ഹെൽത്ത്, എൻവിറോൺമെൻറ്റൽ കൺസേൺസ്, ഡിവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഡെസ്പൈറ്റ് ദർ ബ്രേവിറ്റി, ഷോർട്ട് ഫിലിംസ് എന്നുള്ളത് ഇൻക്രെഡിബിളി ഇമ്പാക്റ്റ്ഫുൾ ആണ്, ലീവിങ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ വ്യൂവേഴ്സ്. വ്യൂവേഴ്സിന് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ലീവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിംസ് എന്നുള്ളത്. ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നുള്ളത് എൻകംപാസസ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ് ഫോർ ക്യാപ്ചറിങ്, എഡിറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫിലിംസ്. ഈ ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിൽ ഡിജിറ്റൽ ടെക്നോളജീസ് ക്യാപ്ചറിങ്ങിനും എഡിറ്റിങ്ങിനും ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റിംഗ് വിത്ത് ട്രഡീഷണൽ അനലോഗ് മെത്തേഡ്സ് യൂസിങ് വിത്ത് ഫിലിം റീൽസ്. ഡിജിറ്റൽ ഫിലിം മേക്ക് റെഫർ ചെയ്യുന്നുള്ളത് ടു ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഫിലിംസ് യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി. ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നുള്ളത്. ഫ്രം ക്യാപ്ചറിങ് ഇമേജസ് വിത്ത് ഡിജിറ്റൽ ക്യാമറാസ് ടു എഡിറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഡിജിറ്റലിറ്റി. ക്യാപ്ചറിങ് ഇമേജസിൽ നിന്ന് തുടങ്ങിയിട്ട് ഡിജിറ്റൽ ക്യാമറാസിനോടൊന്നിച്ച് ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് എഡിറ്റിങ്ങും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഡിജിറ്റലി എന്ന് പറയുന്നുള്ളത്. അൺലൈക്ക് ട്രഡീഷണൽ ഫിലിം മേക്ക് എന്നുള്ളത് വിച്ച് റിലേസ് ഓൺ കെമിക്കൽ പ്രോസസ് ആൻഡ് ഫിസിക്കൽ ഫിലിം റീൽസ്. ട്രഡീഷണൽ ഫിലിം മേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് റിലേ ചെയ്യുന്നുള്ളത് കെമിക്കൽ പ്രോസസ്സും ഫിസിക്കൽ ഫിലിം റീൽസും ആണ്. ഡിജിറ്റൽ ഫിലിം മേക്ക് യൂസ് ചെയ്യുന്നുള്ളത് ഡിജിറ്റൽ ഫോർമാറ്റ്സും ടെക്നോളജീസാണ്. ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫി റെഫർ ചെയ്യുന്നുള്ളത് സ്പെസിഫിക്കലി ടു ദ പ്രോസസ് ഓഫ് ക്യാപ്ചറിങ് മോഷൻ പിക്ചേഴ്സ് യൂസിങ് ഡിജിറ്റൽ ഇമേജ് സെൻസേഴ്സ് റാദർ ദാൻ ഫിലിം സ്റ്റോക്ക്. ഫിലിം സ്റ്റോക്കിനേക്കാൾ ഇമേജ് സെൻസേഴ്സ് ആണ്, ഡിജിറ്റൽ ഇമേജ് സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. Digital cinema package is a collection of digital files containing audio, image and data streams used to store and convey digital cinema content. ഡിജിറ്റൽ സിനിമ കണ്ടൻറ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള സ്റ്റോർ ഇമേജ്, ഓഡിയോ, ഡാറ്റ സ്ട്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫിലിം സ്റ്റഡീസ് എക്സാമിൻ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ഡിജിറ്റൽ ടെക്നോളജീസ് ഹാവ് റെവല്യൂഷനൈസ്ഡ് ഫിലിം മേക്കിംഗ്. അതുപോലെ തന്നെ ഇമ്പാക്റ്റിംഗ് ഏരിയാസ് ലൈക്ക് ക്യാമറ ടെക്നോളജി, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജീസ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഫിലിം സ്റ്റഡീസ് എക്സാമിൻ ചെയ്യുന്നുള്ളത്. ഡിജിറ്റൽ ഫിലിം മേക്ക് ഓഫർ ചെയ്യുന്നുള്ളത് ന്യൂ ക്രിയേറ്റീവ് പോസിബിലിറ്റീസ് ആണ്. ന്യൂ ക്രിയേറ്റീവ് പോസിബിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് allowing filmmakers to experiment with the വിഷ്വൽ എഫക്റ്റും എഡിറ്റർ സ്റ്റൈൽസും സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഫിലിം മേക്കേഴ്സിന് ലഭിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ദ റെഡ്യൂസ്ഡ് കോസ്റ്റസ് ആൻഡ് ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി ഓഫ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്. എക്യുപ്മെൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ ഹാവ് ഡെമോക്രൈറ്റൈസ്ഡ് the filmmaking process, enabling more people to create and share their work. more people എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അവരുടെ വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പറ്റുന്നുണ്ട് അവർക്ക് ഈ ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിലൂടെ. അതുപോലെ തന്നെ ഈ ഒരു ഫിലിം സ്റ്റഡീസ് കൺസിഡർ ചെയ്യുന്നുള്ളത് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പ്രിസർവിങ് ഡിജിറ്റൽ ഫിലിംസിനുള്ള ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഇഷ്യൂസ് ഓഫ് ഡാറ്റ സ്റ്റോറേജ്, ഫോർമാറ്റ് ഒബ്സലൻസ് ആൻഡ് ആക്സസിബിലിറ്റി.
ഷിഫ്റ്റ് ടു ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നുള്ളത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ളത് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനും അതുപോലെ തന്നെ ഓഡിയൻസ് കൺസെപ്ഷൻ ഹാബിറ്റ്സിനൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ ഫിലിം മേക്ക് എന്നുള്ളത് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫിലിം സ്റ്റഡീസിൻ്റെ ഈ ഒരു മൊഡ്യൂൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.